നമസ്കാരം. ലാലേട്ടനോടാണ് എൻ്റെ ചോദ്യം. എൻ്റെ പേര് ശ്രീജിത്ത് പട്ടേൽ എന്നാണ്. ലാലേട്ടൻ പറയണ്ട മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരുപാട് പ്രതിഭാശാലികളായ ഡയറക്ടറെ കൂടെ അഭിനയിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന ആക്ടറുടെ പെർഫോമൻസ് ലാലേട്ടൻ കണ്ടിട്ടുണ്ടാവും പല മൂവികളിലും. പൃഥ്വിരാജ് എന്ന ഡയറക്ടറുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ലാലേട്ടന് പൃഥ്വിരാജിനോട് എന്താണ് അഡ്വൈസ് ചെയ്യാനുള്ളത്? വരും നാടുകളിൽ നീ ഡയറക്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്തോന്നാണോ അതോ ആക്ടിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണോ? എന്താണ് പറയാനുള്ളത്? അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ രണ്ടും നല്ലതാണ്. അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും നല്ല എന്ന് പറയുന്ന പോലെ ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഹി ഹാസ് പ്രൂവ്ഡ് ദാറ്റ്, അല്ലേ? നൗ ഹി ഈസ് ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ഹി ഈസ് എ ബിഗ് ഡയറക്ടർ, ഹി ഈസ് എ വെരി വെൽ വേഴ്സ്ഡ് ഡയറക്ടർ. അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്. ഒരു കഥയെ എങ്ങനെ കൺസീവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം. ഒരാള് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ ക്യാമറ എവിടെ വെക്കണം എന്നുള്ളൊരു ധാരണ, അതിനെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ധാരണ, എങ്ങനെയാണ് ആ ഷോട്ട് എടുക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണത്. നേരത്തെ പറഞ്ഞല്ലോ, ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് അഭിനയിക്കണം. അഭിനയിച്ചുകൊണ്ട് സംവിധാനം ചെയ്യട്ടെ, സംവിധാനം ചെയ്തുകൊണ്ട് അഭിനയിക്കുകയും ചെയ്യട്ടെ. അതേ എനിക്ക് പറയാം. തീർച്ചയായിട്ടും ഒരു സിനിമ, ഒരു ഫിലിം മേക്കറുടെ ഒരു പാഷനെ കുറിച്ച് ഫീലാണ് ഒരാൾ പറയുമ്പോൾ. ഹി ക്യാൻ ഡു ഇറ്റ്. ഇതൊരു അറിഞ്ഞോ അറിയാതെ ഉള്ള ഒരു ഡിസിഷനാണ്. തീർച്ചയായിട്ടും ആസ് എൻ ആക്ടർ ആ സിനിമ 28ന് റിലീസ് ചെയ്യാൻ പോകണം. നമുക്ക് അതിൻ്റെ ഒരു വലിയ അവകാശവാദമൊന്നുമില്ലെങ്കിലും ഫ്രം മൈ എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ ഐ എം വെരി ഹാപ്പി വിത്ത് ദ ഫിലിം ബിക്കോസ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഡയറക്ടേഴ്സിന്. പലപ്പോഴും ചില ഡയറക്ടേഴ്സിനെ വിശ്വസിച്ചത് നമ്മുടെ കുഴപ്പമല്ലാത്തത് കൊണ്ട് അത് മാറിപ്പോകാറുണ്ട്. പക്ഷേ ദിസ് ഫിലിം, Stephen Nedumballi and all the other characters in this film was well looked after by our director Prithviraj. It's a beautiful homework. Like homework എന്നൊന്നും പറയാൻ പറ്റില്ല. He has conceived the film. പക്ഷേ മുരളി ഗോപി സക്സസ്ഫുൾ ആണ്, ഒരു ഡയറക്ടർ മാത്രമല്ല. സോ ഒരുപാട് കോമ്പിനേഷൻസ് ഒരു ഭാഗ്യം പോലെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു യൂട്യൂബിൽ 30 lakhs ആൾക്കാരെ ഇത് കണ്ടു. അത് ഇനി വളരെ മുരളി ഗോപിയും മിസ്റ്റർ പൃഥ്വിരാജും ഈ സിനിമയെ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ചേർന്ന് ഈ സിനിമയെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ഒക്കെയാണ് മാറ്റുന്നത്. അതിൻ്റെ ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ സിനിമയുടെ ഒരു മൂഡ് അത്തരത്തിലുള്ളൊരു മൂഡാണ്. സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള സിനിമയാണ്. പക്ഷെ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധം, അതിൻ്റെ മ്യൂസിക്, അതിനെടുത്തിരിക്കുന്ന ഷോട്ട്സുകൾ, അതിലെ ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന വിധം എല്ലാം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത തീർച്ചയായിട്ടും ഇന്ത്യയിലും പുറത്തുള്ള മലയാളികൾ അല്ലാത്ത ആൾക്കാരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല സിനിമയായി മാറാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. 3ാം ക്ലാസ് മുതൽ വലിയ ഫാനാണെന്ന് പറഞ്ഞപ്പോഴും എന്റെ മുഖം ചുളിഞ്ഞു. ഞാൻ മറച്ചു പിടിച്ചു. അപ്പൊ ഇന്നും എന്റെ മുഖം ചുളിഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ ഈ സിനിമയിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഇന്ദ്രജിത്ത്, ഞാനിപ്പോ സംസാരിക്കുന്ന അനിയനായിട്ടല്ല, ഐ ജസ്റ്റ് objectively speaking as a filmmaker. So I honestly believe Indrajit Sukumaran is one of the finest young actors in Malayalam. Super skilled actually. Exercise of getting into another film, എനിക്ക് കുറച്ച് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടേ പറ്റൂ. ഇനിയും സിനിമകൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇനിയും ചെയ്യാൻ വലിയ കുറേ സിനിമകളൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, I think I'm in a lot of ways I'm Destiny's very loved child. കാരണം ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നതിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എന്നോടൊരു തിരക്കഥാകൃത്ത് എൻ്റെ ഈ തിരക്കഥ നീ സംവിധാനം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ആദ്യ ആശയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ വി ഇമ്മീഡിയറ്റ്ലി ന്യൂ സ്റ്റീഫൻ നെടുമ്പള്ളി, ലാലേട്ടൻ, പ്രിയദർശിനി രാമദാസ്, മഞ്ജു വാര്യരുമാണെന്ന് ആദ്യം ഞങ്ങൾക്കറിയാം. ഉണ്ടെങ്കിലും there is one part of the whole process which is not in your control. That's called the actor's interpretation. ഞാനൊരു ആക്ടർ ആയതുകൊണ്ട് എനിക്കറിയാം, നമുക്ക് പറയാം ഒരു ആക്ടറോട് പോയിട്ട് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇൻ ദാറ്റ് മൊമെന്റ് അത് ആക്ടറിന്റെ പ്രോസസ്സാണ്. എൻ്റെ സിനിമയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് ആ പ്രോസസ്സ് ചെയ്തത് എക്സ്ട്രീംലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ആഗ്രഹം വന്നു. 35 വയസ്സിനുള്ളിൽ ചെയ്യുന്നത് ഞാൻ എവിടെ പറഞ്ഞില്ല. ഐ തിങ്ക് that's taken shape from an interview of mine. എനിക്ക് തോന്നുന്നു ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ, if I remember right, Mr.
ആദ്യത്തെ സിനിമയിൽ ഒരു നിങ്ങൾക്ക് ഇഫ് യു ഹാഡ് എ ചോയ്സ് ഓഫ് എനിബഡി ആരായിരിക്കും ലീഡ് ആക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു വലിയ ശതമാനം ഫിലിം മേക്കേഴ്സ് പറയാം മോഹൻലാൽ, മഞ്ജു വാര്യർ അല്ലെങ്കിൽ മമ്മൂക്ക, അങ്ങനെ ലെജൻസ് ആണല്ലോ. ഇവരെ വെച്ച് ആദ്യ സിനിമ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് എനിക്ക് വലിയ ആഗ്രഹമാണ്. അന്ന് ഞാനതൊരു അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. എന്നോട് ലാലേട്ടൻ ഫാനാണ്, അപ്പോൾ ഞാൻ ലാലേട്ടന്റെ പേര് പറഞ്ഞു. സോ ഹു വുഡ് ബി ദ ഫീമെയിൽ ലീഡ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര മഞ്ജു വാര്യർ ഫാനാണ്. ആക്ച്വലി ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ എം എ ഹ്യൂജ് മഞ്ജു വാര്യർ ഫാൻ. അപ്പോൾ ഈ സിനിമയിൽ ചേട്ടനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ച്വലി സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു റോളല്ല ചേട്ടൻ്റെത്. പക്ഷേ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ബ്ലെസ്സിങ് ഇല്ലേ, അത് പുള്ളിക്കാരൻ ക്യാരക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. യു ഷുഡ് വാച്ച് ദ ഫിലിം ആൻഡ് സേ. ഞാൻ ഈ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാം. ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപ് യാദൃശ്ചികമായിട്ടൊരിക്കൽ പാച്ചിക്കയെ കാണാൻ മറ്റൊരു ആവശ്യത്തിനായി അമ്മ പറഞ്ഞിട്ട് വേറൊരു കാര്യത്തിന് വേണ്ടി പാച്ചിക്കയെ കാണാൻ ഇടയായപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വലിയ കുട്ടിയായിട്ട്, ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുകയാണ്, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്. ഒരു വലിയ കുട്ടി ആയതിനു ശേഷം പാച്ചയ്ക്ക് എന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് അന്നാണ്. അപ്പം അന്നെന്നെ കണ്ടപ്പോൾ അമ്മയെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇവനെ ഒന്ന് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാച്ചയ്ക്കയുടെ വീട്ടിൽ പോയി, ആലപ്പുഴയിൽ പോയി സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ. അന്ന് ആ സ്ക്രീൻ ടെസ്റ്റിൽ എൻ്റെ കോ ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇപ്പൊ പാച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയിച്ച് കാണിച്ചു തരാണ്. എനിക്ക് പാച്ചയ്ക്ക് അഭിനയിച്ച് കാണിച്ചു തരും, എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയെ പോലെ ആ പെൺകുട്ടിക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. എനിക്കതൊരു ഭയങ്കര വണ്ടറസ് ആയിട്ട് രാജുവിന്റെ സിനിമ സംവിധാനം ചെയ്യാനുള്ള സംവിധാനത്തിൽ ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ ഞാനും ഭാഗമാണ് എന്ന് വളരെ ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിട്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിന്റെ ഷൂട്ടിങ്ങിന് ചെന്നപ്പോഴും രാജു ഞാൻ ആദ്യമായി ഇന്ററാക്ട് ചെയ്യുന്നത് അഭിനയിച്ചിട്ടുള്ളൂ. അല്ലാതെയുള്ള മുരളിയുടെ എഴുതിയ സിനിമകളാണ് ഞാൻ എല്ലാം കൂടുതലും കണ്ടിരിക്കുന്നത്. അപ്പൊ അതിലങ്ങനെ പ്രത്യേകിച്ച് പൊരുത്തപ്പെടേണ്ട അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു ടീം വർക്ക് ആണല്ലോ. അതിലിപ്പോ ക്യാമറയുടെ മുന്നിൽ പിന്നിൽ എന്നുള്ളൊരു വ്യത്യാസമൊക്കെ ഇപ്പൊ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും തമ്മിലുള്ളൊരു ഇന്ററാക്ഷനും ഗിവ് ആൻഡ് ടേക്കും ഒക്കെ ഒരു സിനിമയുടെ സിനിമ ഉണ്ടാകുന്ന സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രോസസ്സിൽ ഉണ്ട്. അത് ഏതൊരു ഇത്രയും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറുടെ സിനിമയിൽ അഭിനയിക്കുന്ന അതേ ഒരു കോൺഫിഡൻസും ഒരു സെക്യൂരിറ്റിയും ഈ സിനിമയിൽ എനിക്ക് എന്തായാലും രണ്ടാമത്തെ ദിവസം തൊട്ട് പിന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. തരാൻ എനിക്ക് അറിയില്ല. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതുപോലെ, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലുള്ളതുപോലെയുള്ള ഒരു മൾട്ടിപ്പിൾ ലേയേഴ്സും ഷെയ്ഡ്സും ഒക്കെ ഉള്ളതാണ് ഈ സിനിമയിലെ കഥയും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും. അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. ഒന്നിൽ നിന്ന് വേർതിരിച്ച് പറയാനോ അതിനൊരു പ്രത്യേക ഒരു ഡെഫിനേഷൻ കൊടുക്കാനോ സാധിക്കില്ല. ഒന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചു ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് എപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ സിനിമകളിൽ ചെയ്യാനുള്ള ഭാഗ്യം. അതിനെനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ സംവിധായകരോടും ആന്റണി ചേട്ടനോടും പോലെയുള്ള നിർമ്മാതാക്കളോടുമാണ്. അപ്പോൾ ഈ സിനിമയിലും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് മുരളി എനിക്ക് വേണ്ടി എഴുതിയത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് ഈ ഒരു സിനിമയുടെ ഭാഗമായിരുന്നെങ്കിലും അല്ലായിരുന്നെങ്കിലും ഈ സിനിമ കാണാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കൂതര എന്നുള്ള സിനിമയില്. അതിനുശേഷം ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് ഇതാണ്. മഞ്ചേച്ചിയുടെ കൂടെയാണെങ്കിൽ ഞാൻ ഒരു സിനിമ മഞ്ചേച്ചി ആ വിജയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മെച്ചം കൊണ്ട് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഈ സിനിമയും തീർച്ചയായിട്ടും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള, ഇപ്പോൾ ഞാൻ ആദ്യമേ ക്യാരക്ടർ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എങ്ങനെ കാണണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഓരോ ചിത്രങ്ങളുടെയും കഥ വായിക്കാനും എല്ലാം പോകുന്നത്. അപ്പോൾ നമുക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള പല കഥകളും കേൾക്കുകയും ഇരിക്കുന്ന ഒരു കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. അപ്പോൾ ശരിക്കും ഈ സിനിമയുടെ ഒരു ഡിസ്കഷന് നമ്മൾ ചെന്നപ്പോൾ രാജുവും മുരളിയേട്ടനും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മോഹൻലാൽ സാറിനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അതിനപ്പുറത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറായിട്ട്, കാരണം ഒരു എന്തിനേക്കാളും വലിയൊരു ആസ്പെക്റ്റാണ് വാണിജ്യ വിജയം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ. അപ്പോൾ അത് നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയ വിജയം. നാച്ചുറലി ആ സിനിമയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, ആ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ, ആ കണ്ടന്റുമായിട്ട് ജനങ്ങൾ റിലേറ്റ് ചെയ്യാറുണ്ട്, ചർച്ചയായിക്കോളും നാച്ചുറലി.
അപ്പം നമ്മൾ ഒരു വാണിജ്യ വിജയം മാത്രം ഉണ്ടാക്കാൻ ഒരു സിനിമ ഒരിക്കലും ഞാൻ ഒരിക്കലും അറിയിക്കാറില്ല. അത് എനിക്ക് പറയേണ്ട ഒരു കാര്യം, പറയേണ്ട രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ആംബിയൻസ്, എന്നെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ, ഇതിനേക്കാളുപരി ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റുകളിൽ ഒന്നാണെന്ന് പറയാം പൃഥ്വിരാജ്.